സഹോദരന്മാരെ, നമ്മളിപ്പോൾ ഉള്ളത് അൻഡമാനിലെ പോർട്ട് ബ്ലെയർ സെല്ലുലർ ജയിലിലാണ്. കാലാപ്പാനി എന്നറിയപ്പെടുന്ന കാലഘട്ടത്തിലെ വളരെയധികം പ്രശസ്തമായ അല്ലെങ്കിൽ വളരെയധികം മർദ്ദനങ്ങൾ ഏറ്റെടുത്ത് വാങ്ങിയ ഒരു സെല്ലുലർ ജയിലിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് കാണുന്ന ഏകദേശം ഈ ഭാഗങ്ങളൊക്കെ തന്നെ 300ഓളം റൂമുകൾ ഇവിടെ ഉണ്ട്. ഈ റൂമുകളൊക്കെ തന്നെ അന്നുണ്ടായിരുന്ന കാലാപ്പാനിലേക്ക് ശിക്ഷ കിട്ടി വന്ന ജയിൽ പുള്ളികളായിട്ടുള്ള വളരെ ഗവർണർക്കെതിരെ പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. അതായത് എല്ലാവരും ഇവിടെ സെല്ലിലിട്ടിട്ടില്ല, കുറേ ആളുകളൊക്കെ തന്നെ പുറത്തായിരുന്നു. പക്ഷേ ഇവിടെ വളരെ പ്രശ്നക്കാരായിട്ടുള്ള ആളുകളായിരുന്നു അന്ന് ഈ കാണുന്ന സെല്ലുകളിട്ടിരുന്നത്. ഈ നിങ്ങൾക്ക് ബാക്കിയുള്ള ഭാഗം കാണാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്ന് ഉണ്ടായിരുന്ന ജയിൽ പുള്ളികൾക്ക്, അതായത് അവർക്ക് കൊടുത്തിരുന്ന ശിക്ഷകളാണ്. അപ്പോൾ അവർ ചെയ്തിരുന്ന രീതി അനുസരിച്ച് അവർക്ക് കൊടുത്ത ശിക്ഷകളാണ്. അവർ പറയുന്നത് അനുസരിക്കാത്തതുകൊണ്ട് അവർക്ക് നൽകുന്ന ശിക്ഷകളാണ്. ചക്കി, അതായത് ഇവിടെ എണ്ണ ആട്ടാനും അതുപോലെ തന്നെ മറ്റുള്ള പല ജോലികളും ഇതിലൂടെ തന്നെ അവരെ കൊണ്ട് ചെയ്യിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അന്ന് കൊടുത്തിരുന്ന ശിക്ഷകളുടെ പല രൂപത്തിലുള്ള മോഡലുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ചാട്ടവാറ കൊണ്ട് അടിക്കുന്നു, കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരെ ചങ്ങല ഇട്ട് കെട്ടിയിരിക്കുന്നു. ഇതൊക്കെ കാണാം. എല്ലാവരും കാണാൻ കൊതിക്കുന്ന ഒരു പ്രത്യേക സെല്ലുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഈ സെല്ലുലർ ജയിൽ എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലെ എല്ലാ ആളുകൾക്കും വളരെയധികം ആഗ്രഹമാണ് ഈ അൻഡമാൻ വന്ന് ഈ പോർട്ട് ബ്ലെയറിലെ ഈ കാലാപ്പാനിയിലെ സെല്ലുലർ ജയിൽ കാണുമെന്നുള്ളത്. അപ്പോൾ അങ്ങോട്ട് ജീവിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഇല്ലെങ്കിൽ എന്ന് നാട് കാണും, കുടുംബത്തെ കാണും എന്നുള്ള യാതൊരു പ്രതീക്ഷയില്ല. അങ്ങനെ ജീവിക്കുന്ന ഒരവസ്ഥയാണ് ഈ സെല്ലുലർ ജയിലിൻ്റെ അകത്തുള്ളത്. ഈ സവർക്കറെ കടത്തിയിരുന്ന അത് ആ ഭാഗത്ത് മുകൾ ഭാഗത്താണ്. കണ്ടുകൊണ്ടിരിക്കുന്നത് റോസ് ഐലൻഡാണ്. ഇപ്പോൾ അതിൻ്റെ പേര് ഗവൺമെൻറ് മാറ്റിയിട്ടുണ്ട്, സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡ് എന്നാണ്. ആ ഐലൻഡിലാണ് താമസിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ ഈ സെല്ലുലർ ജയിൽ നിയന്ത്രിച്ചിരുന്നത്. ആ ഐലൻഡിൽ അവർ ഏകദേശം അവരെ ടൗണ്, അതുപോലെ സമ്മർ ക്യാമ്പ് പോലെ അല്ലേ, അവിടെ എല്ലാം അവരെ ഫുൾ ഫാമിലി വന്നിട്ട് അവിടെ സെറ്റിലായിരുന്നു. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്ന ആളുകളുടെ പേരുകളാണ്, അവർ ഏത് സ്റ്റേറ്റുകാരാണ് എന്നത് ഒരു ഹെഡിങ്ങോട് കൂടി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ കാണാം മദ്രാസ്, അവിടെ വരുന്ന ആളുകളുടെ പേരുകൾ ലിസ്റ്റാണ്. ഓരോ നാടുകളിലെ ആളുകൾ പല പ്രശ്നക്കാരായിട്ടുള്ള ആളുകൾ. ഇപ്പോൾ ഏകദേശം 1909 ഈ ഒരു കാലഘട്ടത്തിലാണ് അവർ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ഈ ഭാഗത്ത് ഏകദേശം കാലാപ്പാനി ഒരു മൂവി മലയാളത്തിലുണ്ടായ കാലാപ്പാനി എന്ന മൂവിയിലെ പല ഭാഗങ്ങളും നിങ്ങൾക്ക് ഇത് കാണാം. ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ തന്നെ അതിലുണ്ടായിരുന്ന അതിലേകദേശം കുറച്ച് ജയിലുമായി കൊണ്ട് ഷൂട്ടിംഗ് ഇവിടെ നടന്നത്. സെല്ലാണ്, വീർ സവർക്കറിൻ്റെ സെല്ലാണ്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത കാണുന്നുണ്ട്. മറ്റുള്ളവരൊക്കെ തന്നെ ഇവിടെ വന്ന് സന്ദർശിക്കാറുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാഹിബും ഇവിടെ വന്നിട്ട് സന്ദർശിച്ചതാണ്. ഇതിൻ്റെ സെല്ലിതാണ്. കാരണം ഗവൺമെൻറ് അന്നുണ്ടായിരുന്ന ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരാളായിരുന്നു ഈ വീർ സവർക്കർ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിനായക് ദാമോദർ സവർക്കറിനെ ഒരു പ്രത്യേകമായിട്ടൊരു സെല്ലിട്ട് കൂടുതൽ ചോറ് തന്ന പാത്രം, കഞ്ഞി ഒഴിച്ച പാത്രം, അന്ന് പുതച്ച പുതപ്പ്. നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഗ്രൗണ്ട്, അതായത് ഇവിടെ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ജയിൽ പുള്ളികളെ ഈ ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് നല്ലപോലെ കുളിപ്പിച്ച് നല്ല വസ്ത്രം ധരിപ്പിച്ച് ഒരു പ്രത്യേക സൈറനായിരിക്കും ഇവിടുത്തെ ഇതിൻ്റെ മേലെ നടിക്കുക. അപ്പോൾ എല്ലാ സെല്ലിൽ നിന്ന് എല്ലാവരും പുറത്തു വന്ന് കാണും. അതൊരു വികാരഭരിതമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അതായത് തങ്ങളെ കൂടുതലുള്ള ഒരു സഹോദരനെ തൂക്കിക്കൊല്ലാൻ മരണത്തിനടുത്തേക്ക് പോകുകയാണെന്നൊരു ചിന്ത ഉള്ള ആളുകൾക്ക് ഒരു ഭയാനകമായ അവസ്ഥയാണത്. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ വെച്ചിട്ടായിരിക്കും ഇനി അവിടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കാണാം, അവിടെ കുളിപ്പിക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ തൂക്ക് കയറ് അല്ലെങ്കിൽ തൂക്കുമരം അവിടെ ഉള്ള അതിൻ്റെ ഭാഗം കാണിച്ചിരുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ തൂക്കുമരണം വിധിക്കപ്പെട്ട ആളുകളെ കൊണ്ടുപോകുന്ന ആ ഒരു മുറിയിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൂക്കുമരണം വിധിക്കപ്പെട്ട ആളുകളെ ഇവിടെ കൊണ്ടുവരും, ഇവിടെ നല്ലപോലെ കുളിപ്പിക്കും. അപ്പോൾ ഈ ഭാഗം നിന്നൊക്കെ തന്നെ എല്ലാ സെല്ലിന്നും അവരുള്ള ആളുകൾക്ക് നോക്കിയിരിക്കും. കാരണം ഈ മരണം അടുത്തതായിരിക്കാണ് എന്ന് അറിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ എല്ലാവരും നോക്കിയിരിക്കും. അങ്ങനെ ഈ ഒരു സ്ഥലത്ത് കുളിപ്പിച്ച് അതിനുശേഷം ബ്രിട്ടീഷ് ഭടന്മാർ അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന ഇന്ത്യൻ ഭടന്മാരൊക്കെ തന്നെ ആളെ വിധിക്കപ്പെട്ട ആളെ നേരെ കൊണ്ടുവരുന്നത് ഇങ്ങോട്ട് കാണാം. അതായത് മേൽഭാഗത്താണ് തൂക്കുന്നത്, പക്ഷെ അതിന് അടിഭാഗം കണ്ടുകൊണ്ട് തൂക്ക് മരണം വിധിച്ച് അതിനുശേഷം തൂക്കി കൊന്നതിന് ശേഷം ആ ആളുടെ ഡെഡ് ബോഡി ഈ അടിയിൽ നിന്ന് താഴെ വന്നാൽ കാണാം. അതുണ്ടാക്കിയതാണ്. ഈ ഭാഗം അവിടെ ഒരു
ലിവർ വലിച്ചു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും. ഓപ്പണായി നേരെ തൂക്കി അവിടെ നേരെ നിങ്ങൾ തൂക്കി കിടക്കും. അവസാനം ഡെഡ് ബോഡി ഇവിടെ നിന്നാണ് ഊരിയെടുത്ത് ഇവിടെ നിന്ന് എടുത്ത് പുറത്തേക്ക് എടുത്തതിന് ശേഷം വൈപ്പർ ഐലൻഡ് ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് അത് കല്ല് കെട്ടി താത്താറാണ് കടലിലേക്ക് എടുക്കാനും. ഇത് പിന്നെ കൊണ്ടുപോയിട്ട് മറ്റേ ചെയ്യുക അല്ലെങ്കിൽ കത്തിക്കുക അങ്ങനത്തെ സിസ്റ്റം അല്ല. ഒരു നേരെ വൈപ്പർ ഐലൻഡിൽ കൊണ്ടുപോകും. അതുപോലെ തന്നെ വൈപ്പർ ഐലൻഡിലും ഒരു വലിയ തൂക്കുമരമുണ്ട്. അത് തൂക്കിയതിന് ശേഷം നേരെ കടലിലേക്ക് കല്ല് കെട്ടി താത്തും. ഇവിടെയാണ് തൂക്കി വെക്കാറുള്ള 3 പേർക്കുള്ള സൗകര്യമുണ്ട്. ഈ ലിവർ വലിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗം മരത്തിൻ്റെ ഈ ഭാഗം ഓപ്പൺ ആവും. ആൾ നേരെ താഴോട്ട് പോകും. 3 പേര് ഒരുമിച്ച് ഇതൊക്കെ അന്നുള്ള അത് തന്നെയാണെന്നൊരു മാറ്റം വരുത്തിയിട്ടില്ല. മരങ്ങളെ തടികളൊക്കെ തന്നെ അന്നത്തെ കാലത്തുള്ള അതുപോലെ തന്നെയാണുള്ളത്. അതിനും കൂടെ കുറച്ച് പെയിൻ്റ് അടിച്ചിട്ട് വന്നുള്ളൂ അതുപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്.